സോ നമ്മൾ ഇന്നലെ വന്നു, ഇന്ന് പോകുന്നു. സോ ഫാസ്റ്റ്, ലെറ്റ്സ് ഗോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നാണ് ജൂൺ 14. ഇന്ന് വൈകിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂടെക്സ് ഒക്കെ റിമൂവ് ചെയ്ത് നെയിലൊക്കെ കട്ട് ചെയ്ത് ഗോൾഡൊക്കെ ഊരി വെച്ച് എല്ലാം സെറ്റായിട്ട് വേണം. അപ്പോൾ ഇനി അങ്ങനെയുള്ള ചെറിയ ആൾക്കുള്ള പരിപാടികൾ കൂടെ ചെയ്യാനുണ്ട്. പിന്നെ വൈകിട്ട് രാത്രി 9 മണിയാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു 12 മണിയായപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പഴങ്കഞ്ഞിയും കൂടെ കഴിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോവല്ലേ, ഇനിയിപ്പം നാളെ തൊട്ട് പഴങ്കഞ്ഞി കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് പഴങ്കഞ്ഞി തന്നെ കഴിച്ചു. വയറൊക്കെ ഫുള്ളായിട്ടിരുന്നു. അങ്ങനെ നൈറ്റ് ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുങ്ങി റെഡിയായി ഹോസ്പിറ്റലിലെത്തി. അൽനാദ കിസീസിലുള്ള ആസ്റ്റർ ഹോസ്പിറ്റലിലായിരുന്നു നമ്മൾ പോയിരുന്നത്. എൻ്റെ ഡേറ്റ് ശരിക്കും 18 ജൂൺ ആയിരുന്നു. പക്ഷേ ഈദ് ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നേരത്തെ വരാൻ പറഞ്ഞു. ഫ്രൈഡേ 14 ആയപ്പോഴേ ഞങ്ങളങ്ങ് അഡ്മിറ്റ് ആകാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചത് നേരെ നമ്മളെ ഒരു റൂമിലേക്ക് കൊണ്ടുപോകും എന്നാണ് കരുതിയത്. പക്ഷേ അവർ നേരെ അഡ്മിറ്റാക്കി ലേബർ റൂമിലേക്കായിരുന്നു ഞങ്ങളെ കൊണ്ടുപോയിരുന്നത്. പിന്നെ അതൊരു പ്രൈവറ്റ് ലേബർ റൂം ആയിരുന്നത് കൊണ്ട് ഹസ്ബൻഡിനും മമ്മിക്കും ഒക്കെ അകത്ത് കയറാമായിരുന്നു. അന്ന് രാത്രി സാൻഡ്വിച്ചും ടീയും പിന്നെ ജ്യൂസും ഒക്കെ തന്ന് അത് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഡെലിവറിക്കായിട്ട് ഉള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം തുടങ്ങിയത്. അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ ഡെലിവറി ഒരു വലിയ യുദ്ധത്തിന് ശേഷം ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതാണ്. ന്യൂ ബോൺ ബേബിയെ കൊഞ്ഞിനും കൊത്തി കാണിക്കുന്ന എൻ്റെ കെട്ടിയവനും പിന്നെ കൗതുകത്തോടെ പോയി നോക്കുന്ന മമ്മിയും ഒക്കെയാണ് ഞാൻ പിന്നെ കണ്ടത്. പിന്നെ ഫോണൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. നമ്മളിപ്പോഴും ലേബർ റൂമിൽ തന്നെയാണ്, നമുക്ക് റൂമൊന്നും അലൊക്കേറ്റ് ചെയ്ത് തന്നില്ല. അങ്ങനെ രാവിലെ 10:30 ഡെലിവറി നടന്നത്. അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് ഞാൻ അവിടെ തന്നെ ഇരുന്ന് എനിക്ക് ലഞ്ചും അവർ കൊണ്ട് തന്നു. ലഞ്ച് ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളെ റൂമിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്കുള്ള ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. എല്ലാം നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തി. റൂമിൻ്റെ പുറത്ത് അടിപൊളി ഡെക്കറേഷനൊക്കെ ആയിട്ട് സർപ്രൈസായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതെന്താണ് ജൂൺ 15 സാറ്റർഡേ, ഇന്നലെ രാത്രിയാണ് വന്ന് അഡ്മിറ്റ് ആയത്. ഇത് സാറ്റർഡേ ജൂൺ 15 നമ്മൾ റൂമിലെത്തി. ബേബി ഇവിടെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. നാട്ടിലെ ഡെലിവറി പോലെയേ അല്ല ഇവിടെ നല്ല എൻറ്റയർലി ഡിഫറെൻ്റാണ്. അതായത് ഇന്ന് രാവിലെ ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ, അതായത് നമ്മുടെ സൺഡേ മോർണിംഗ് തന്നെ ഞാൻ എണീറ്റ് കുളിച്ച് റെഡിയായി നല്ല ഫ്രഷായിട്ട് നിന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അച്ചാച്ചൻ അവിടെ കിടന്നുറങ്ങിയാണ്, ക്ഷീണം കാണും. ഇന്നലെ രാത്രി അവർ രണ്ടും ഉറങ്ങിയില്ല, ഞാൻ മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മമ്മി കൊച്ചിനെ നോക്കിയിരിക്കുന്നു. രാവിലെ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നു. അതിനുശേഷം ഇന്ന് ഈദായിരുന്നു ഇവിടെ. ഇന്ന് മീൻസ് സൺഡേ ജൂൺ 16 ഈദായിരുന്നത് കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ വക നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നു. ഹോസ്പിറ്റലിൻ്റെ വകയാണോ അതോ ബേബി ജോയുടെ കമ്പനിയുടെ വകയാണോ എന്നറിയത്തില്ല. അന്ന് ജനിച്ച ബേബീസിന് എല്ലാവർക്കും അവരൊരു ഗിഫ്റ്റ് പാക്കറ്റ് കൊണ്ട് തന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ടെഡി ബിയറും പിന്നെ ഒരു ഫുൾ പാക്കറ്റ് പാമ്പേഴ്സും ലോഷനും ക്രീമും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ 10:30 നമ്മുടെ ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കി വിടും എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും നല്ല അടിപൊളി ലഞ്ചൊക്കെ എനിക്ക് കൊണ്ടു തന്നു. നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ചിക്കൻ സൂപ്പ്, കറി,
പിന്നെ 11 അത് കഴിഞ്ഞ് ഈ പാക്കറ്റിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചോറും ഉണ്ട് ചപ്പാത്തിയും ഉണ്ട്. ഇത് കഴിച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങി എണീറ്റ് ഈവനിങ് ആയപ്പോഴത്തേക്കും ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തു. ഈ പ്രസവം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമേ അല്ല എന്നൊരു തോന്നലായിരുന്നു ഈ ദുബായ് ഹോസ്പിറ്റലിലെ ഡെലിവറിയിലൂടെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി 2 ദിവസം കഴിഞ്ഞ് ഒരു ഫോളോ അപ്പിന് വരാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും കുറേ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.